പറ്റുന്ന രീതിയിൽ പറയാം. സാധാരണ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കും ആലോചിക്കാൻ എന്തെങ്കിലും പോയിന്റ്സ് കിട്ടാറുണ്ട് ആസ്വാദക പക്ഷത്തു നിന്നും. ഞങ്ങളും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒട്ടും ഒരു ഫോർമൽ അല്ലാത്ത രീതിയിൽ ആണ് ഈ ഒരു സെഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും എല്ലാം അനുഗ്രഹവും ഇതിനുണ്ടാവണം. കഥകളി സംഗീതത്തെ ഭാവസംഗീതം, മൂഡ് മ്യൂസിക് എന്നൊക്കെയാണല്ലോ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഭാവസംഗീതം എന്ന് പറയാം. ആ ഭാവങ്ങൾ എങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്നു എന്നതിനുള്ള ചില ഉദാഹരണങ്ങൾ. കഥകളിയിലെ രാഗങ്ങളും കർണാടക സംഗീതത്തിലെ രാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മേളകർത്ത രാഗങ്ങൾ, ശങ്കരാഭരണം, കല്യാണി, തോടി പോലെയുള്ള മേളകർത്ത രാഗങ്ങൾ, ഭൈരവി, മുഖാരി, കാമ്പോജി പോലെ ധാരാളം ആലാപന സാധ്യതയുള്ള കർണാടക സംഗീത കച്ചേരികളിൽ നാം ഒരുപാട് വിന്യസിച്ച് വിസ്തരിച്ച് പാടുന്ന രാഗങ്ങൾ, മേജർ രാഗാസ് കേൾക്കാറുണ്ട്. കർണാടക സംഗീതത്തിൻ്റെ ഭാഷയിൽ മൈനർ രാഗാസ് എന്ന് പറയുമെങ്കിലും കഥകളിയിൽ എത്തുമ്പോൾ ആ രാഗങ്ങൾ വളരെ വലിയ മേജർ രാഗങ്ങളായി മാറുന്ന ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. സാരംഗ, ബിലഹരി പോലെയുള്ള രാഗങ്ങൾ. പിന്നെ നമ്മുടെ തനത് രാഗങ്ങൾ എന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന കുറച്ച് രാഗങ്ങളുണ്ട്. പാടി, ഖണ്ഡാരം. രാഗത്തെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഡിവിഷൻ, ഒരു വിഭജനം പറയാം. അത് ഭാവത്തെ എങ്ങനെ പരിപോഷിപ്പിക്കുന്നു എന്നതിന് രാഗം ഒരുപക്ഷെ രാഗത്തേക്കാൾ അധികം താളം, സാഹിത്യം, ശ്രുതി, പിച്ച്, വിവിധ സ്ഥായികൾ, ഇങ്ങനെ പല രീതിയിൽ നമുക്കതിനെ വിഭജിക്കാം. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇവിടെ നിന്ന് സൂചിപ്പിക്കാം. നമുക്ക് ലഭ്യമായ സമയത്തിനുള്ളിൽ ഒരു കഥകളി അരങ്ങത്ത് ഗായകൻ ആദ്യമായി ആലപിക്കുന്നത് മുഖജാളം. ആദ്യത്തെ ഇനം തോടയമാണ്. കേളി, അരങ്ങുകേളി എന്നൊക്കെ വാദ്യവിശേഷങ്ങളുണ്ട്. അതിനുശേഷം ഒരു ഗായകൻ ആലപിച്ച് തുടങ്ങുന്നത് മുഖജാളം. അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം കാണിക്കാം. അതിൻ്റെ രാഗത്തിൻ്റെ പേര് മലമ എന്നാണ് എന്ന് കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ്റെ ഒരു ബുക്കിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹവും പറയുന്നുള്ളൂ. മലമ എന്നൊരു രാഗം. അത് ഞാൻ പിന്നീട് ആ പേര് കേട്ടത് ഈയിടെ കണ്യാർ കളിയുമായി ബന്ധപ്പെട്ടാണ്. മലമ എന്നൊരു രാഗം. അപ്പോൾ ഒരു പക്ഷേ ഒരു നാടൻ സംഗീതം അതുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് ആയിരിക്കാം. അതിൻ്റെ ഒരു ചെറിയൊരു മലയുമായി ബന്ധപ്പെട്ടത് എന്നൊക്കെയാണ് കണ്യാർകളിയിൽ അവർ പറയുന്ന അർത്ഥം.
ഒരു ഹരികാംബോജി രാഗത്തിൻ്റെ നോട്ടുകളാണ്, സ്വരങ്ങളാണ് അതിലധികവും. ഇത് ക്രമത്തിൽ ആരോഹണം അവരോഹണം ക്രമത്തിൽ രണ്ട് ഗായകരും പാടുന്നു, പൊന്നാനി ശങ്കിടി ഗായകർ. ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടം ഇത് ഇതാണ് മുഖജാളം പാടുന്നതിൻ്റെ ഒരു സമ്പ്രദായം. ഇത് ഒരിക്കൽ കലാമണ്ഡലത്തിൽ വെച്ച് കേട്ട രാമനാഥൻ സാർ, എസ് രാമനാഥൻ, അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഒരു സംഘകാല കൃതികൾ കർണാടക സംഗീതത്തിൻ്റെ ചരിത്രത്തിലൊരു 2-ാം നൂറ്റാണ്ട് തമിഴ് സംഗീതത്തിലെ ഒരു സംഘകാല കൃതികളുടെയൊക്കെ ഒരു ചരിത്രം, അതിനുശേഷം 2-3 നൂറ്റാണ്ട് സംഗീതത്തിൻ്റെ ചരിത്രത്തിൽ പലതും ലഭ്യമല്ല. സംഗീത ചരിത്രത്തിനെ സംബന്ധിച്ച് ഒരു ഇരുണ്ട അധ്യായമാണ് ഒരു 3-4 നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷം 7-ാം നൂറ്റാണ്ടോടുകൂടിയാണ് നമ്മളിന്ന് സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സപ്തസ്വരങ്ങൾ, സരിഗമ പധനിസ എന്ന സപ്തസ്വരങ്ങളൊക്കെ കേൾക്കുന്നത്. കുടുമിയാമലൈ ഇൻസ്ക്രിപ്ഷൻ എന്നൊക്കെ സംഗീതത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നത്. ആ ശിലാലിഖിതങ്ങളിൽ ആണ് സംഗീതത്തിൻ്റെ ഈ സ്വരങ്ങൾ എന്ന് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇങ്ങനെയൊരു ആലാപന സമ്പ്രദായമായിരുന്നു. അത് കുറച്ചെങ്കിലും കഥകളി സംഗീതത്തിൽ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തൃശ്ശൂരിൽ മ്യൂസിക് കോളേജിസ്റ്റായിരുന്നു LS രാജഗോപാൽ സാർ. അദ്ദേഹം ഇത്തരം സംഗീതങ്ങളെ പലപ്പോഴും തമിഴ്നാട് ചെന്നൈയിലൊക്കെ മ്യൂസിക് അക്കാഡമിയിലൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ കിട്ടിയ ചില ഫീഡ്ബാക്കുകൾ അദ്ദേഹം പറഞ്ഞതാണ്. അപ്പം ഇതിനോടൊപ്പം തന്നെ ഈ ആനന്ദ എന്ന് പറയുന്ന ഒരു രീതി കഥകളിയിലും രാഗം പാടുന്നതിൻ്റെ അവസാനം ആനന്ദ എന്നൊരു ആനന്ദ എന്ന് പാടി നിർത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കർണാടക സംഗീതത്തിൽ താനം പാടുന്നുണ്ടോ? ആ താനം പാടുന്നത് ആനന്ദ എന്ന ഈ സിലബിൾസ് ആണ്, ഈ ശബ്ദങ്ങളാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട്. വൈണികനായിരുന്ന വെങ്കിട്ടരാമൻ സാർ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണത്തിൽ പാലക്കാട് മഞ്ഞപ്ര ഭാഗത്തൊക്കെ ഇന്നും മഞ്ഞപ്ര ഭജന സംഘം ഭജന പാടുന്നതിൽ മഞ്ഞപ്ര ഭാഗത്തു നിന്ന് ധാരാളം ആൾക്കാരുണ്ട്. ആ ഒരു ഭാഗത്തു നിന്നും വന്നതാണ് ഈ താനം പാടുന്ന രീതി എന്ന് അദ്ദേഹത്തിനൊരു നിരീക്ഷണമുണ്ടത്. അറിയില്ല, എന്തായാലും ഇങ്ങനെ ചില
പഴയ ചില സമ്പ്രദായങ്ങൾ കഥകളിയിലുണ്ട്. കഥകളിയിലും കാലത്തിനനുസരിച്ച് ചിലത് നഷ്ടമാകുന്നു, ചിലതെങ്കിലും നഷ്ടമാകാതെ നിൽക്കുന്നുണ്ട്. അതിൽ ചിലത് സൂചിപ്പിച്ചതാണ്. ഈ മുഖജാളം പാടിക്കഴിഞ്ഞാൽ ആദ്യം വരുന്ന രാഗം ഗംഭീരനാട്ട. ഗംഭീരനാട്ട രാഗത്തിലാണ് കഥകളിയിലെ തോടയം. ഗംഭീരനാട്ട രാഗത്തിലാണ് പാടുന്നത്. കഥകളിയിലെ രാഗം പാടുന്നതെല്ലാം, അല്ലെങ്കിൽ ഒരുപക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ ശ്ലോകങ്ങൾ ഒഴിച്ച് എല്ലാം താളത്തിൻ്റെ അകമ്പടിയോട് കൂടിയാണ് രാഗം പാടുന്നത് പോലും. ഈ ഗംഭീരനാട്ട നമ്മൾ കച്ചേരികൾക്കൊക്കെ വേണ്ടി പിന്നീട് നാട്ട രാഗത്തിൽ പാടാറുണ്ട്. പക്ഷെ കഥകളിയുടെ തോടയം അതിൻ്റെ ഒരു നൃത്തരൂപത്തോടു കൂടി അവതരിപ്പിക്കുമ്പോൾ പഴയ ഒരു സമ്പ്രദായം ഗംഭീരനാട്ട രാഗത്തിലാണ്. പഴയ കലാമണ്ഡലം ശൈലി സ്ഥാപനങ്ങൾക്കനുസരിച്ച് പിന്നീട് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങൾ പാടാം. ചെമ്പട അഥവാ ആദിതാളത്തിന് ഈക്വലായിട്ട് പറയുന്ന ചതുർശ്രുതി ത്രിപുട താളം, ചെമ്പട താളം, ചമ്പ താളം, പഞ്ചാരി, ഇതാണ് പ്രധാനമായും തോടയത്തിൽ വരുന്നത്. അതിൽ ചില ഭാഗങ്ങളൊന്ന് പാടാം. കോട്ടയത്ത് തമ്പുരാൻ കോട്ടയം കഥകളൊക്കെ എഴുതിയ ശേഷം പിന്നീടാണ് ഈ തോടയം കഥകളിയിലേക്ക് ഉൾപ്പെടുത്തിയതെന്ന് പറയുന്നു. ഈ ഒരു രാഗം കഥകളിയിൽ ഇവിടെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതും ഒരു കൗതുകമാണ്. ഏറ്റവും ആദ്യം ഉപയോഗിച്ചിട്ടുള്ള ഗംഭീരനാട്ട എന്ന രാഗം പിന്നീട് കഥകളിയിൽ ഒരിടത്തും വന്നിട്ടില്ല. പിന്നീടുള്ള കാലത്ത് ഗായകർ പല പദങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ടെന്ന് മാത്രം. ഹരി